കുട്ടികളെ രാവിലെ മദ്രസക്ക് കൊണ്ടാക്കാൻ പോയതാണ് കേട്ടോ. വരുന്ന വഴിത്തെ വീടൊക്കെ നോക്കലാണ് എൻ്റെ പണി. കാരണം നമുക്ക് വീട് പണിയാണല്ലോ, എന്തൊക്കെ മാറ്റം വരുത്തണം എന്നാണ് കേട്ടോ ഈ നോക്കുന്നത്. പിന്നെ ഇതാ ജിമ്മിൽ പോയി വരികയാണ് കേട്ടോ. അപ്പം ഫാത്തിക്കുട്ടിൻ്റെ സ്കൂൾ നേരത്തെ വിടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ അവനെ കൊണ്ടുവരാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവനക്ക് നല്ല പൊലിവായിട്ടുണ്ടായിരുന്നു. കൊണ്ടുവരാൻ ചെല്ലാന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ വേറെ ഒന്നും കിട്ടണ്ട, അത്രയും വലിയ സന്തോഷമാണ് കേട്ടോ. അങ്ങനെ ഇതാ വീട്ടിലെത്തി നല്ലൊരു അടിപൊളി ചോറും. ചെറുപ്പം മുതലേ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് കേട്ടോ ഈ ഒരു കൂർക്ക ഉപ്പേരി. ഇപ്പം ഞാൻ മെല്ലെ മെല്ലെ കൂട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മളിതൊന്നും കഴിക്കണില്ല എന്ന് വിചാരിച്ചിട്ട് കുട്ടികൾക്കും മാപ്പിളക്കൊന്നും കൊടുക്കാതിരിക്കണ്ടല്ലേ. അങ്ങനെ ഞാൻ എനിക്ക് പറ്റാത്തതാണെങ്കിലും അവർക്ക് വെച്ച് കൊടുക്കാറുണ്ട്. അങ്ങനെ ഉച്ചക്കത്തെ പരിപാടി ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ചിന്നു വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൾ മണ്ണാർക്കാട് വരുന്നുണ്ട്, ചെറിയ 1-2 ആവശ്യങ്ങളുണ്ട്, നീയും വാവ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ അത് കേൾക്കേണ്ട താമസം ഞാനും കൂടെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഏഞ്ചൽസിലൊന്ന് പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഹയാസിലോട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അവൾ റെമിക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു വെള്ളിമാല നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ബ്രേസ്ലെറ്റും കൂടെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ലൊരു കളക്ഷൻ ഉള്ള ഒരു കട തന്നെയാണ് കേട്ടോ നമ്മുടെ ഹയാസ് മണ്ണാർക്കാട്. അങ്ങനെ റമി വന്ന് അവളെ കൊണ്ടുപോയി ഞാൻ നേരെ വീട്ടിലെത്തിട്ടോ. ഇനിയിപ്പോൾ വൈകുന്നേരം നമുക്കുള്ള ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് മുറ്റമടിക്കലാണ്. രാവിലെ നമ്മൾ ഒരു തവണ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വൈകുന്നേരം ആകുമ്പോഴേക്കും മുറ്റത്തിന്റെ അവസ്ഥ ഇതാണ് കേട്ടോ. കാരണം നല്ല പോലെ കാറ്റുകൊണ്ട് നമ്മൾ ആരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. മുറ്റടിക്കുന്നത് മുറ്റം ക്ലീൻ ആക്കുന്നതൊക്കെ എനിക്ക് നല്ല ഇഷ്ടമുള്ള പരിപാടിയാണ് കേട്ടോ. പക്ഷെ നമ്മൾ അങ്ങോട്ട് അടിക്കുമ്പോൾ ചപ്പ് ഇങ്ങോട്ട് പാറുന്നുണ്ടല്ലോ, അതെനിക്ക് ഏറ്റവും ദേഷ്യമുള്ള കാര്യമാണ്. കാരണം നമ്മൾ എടുത്ത പണീനെ വീണ്ടും വീണ്ടും എടുപ്പിക്കായിരിക്കും. ചില ടൈമിൽ 4-5 വണ്ടികൾ ഉണ്ടാവും മുറ്റത്ത്, എന്നാലും നമുക്ക് അതിന്റെ ഇടയിൽ കൂടെ ഇലകളും കാര്യങ്ങളൊക്കെ നമുക്ക് തോണ്ടി എടുക്കണം. വൈകുന്നേരമാണ് മുറ്റമടിക്കുന്നതെങ്കിൽ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണല്ലേ മുറ്റടിക്കുക. അപ്പോൾ ഈ ഒരു കാറ്റും കൂടെ ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ. നമുക്ക് 2ാം തവണ കുളിക്കേണ്ട അത്രയും പൊടി വരും. കാരണം ഈ ഒരു കാറ്റത്ത് നമ്മൾ എങ്ങനെ അടിച്ചു കഴിഞ്ഞാലും ഉള്ള പൊടിയൊക്കെ നമ്മുടെ മുഖത്തും സിറ്റൗട്ടിലൊക്കെ ഇട്ടോ വന്ന് കയറുക. അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു 10 മിനിറ്റ് നല്ലൊരു സമാധാനമാണ് കേട്ടോ മുറ്റത്തേക്ക് നോക്കുമ്പോഴേക്ക്. അപ്പോഴേക്ക് ഇതാ വീണ്ടും അടുത്ത കാറ്റ് വരും, വീണ്ടും പരക്കാൻ തുടങ്ങും. ഇപ്പോൾ ഈ പറയുന്ന ഇലയൊന്നും നമ്മുടെ മുറ്റത്തുള്ള ചെടിൻ്റെ ഒന്നും അല്ല കേട്ടോ. നമ്മുടെ മുറ്റത്ത് ചെടി മരങ്ങളും കാര്യങ്ങളൊന്നുമില്ല, ഒക്കെ അപ്പുറത്തെ തൊടിയൊന്നും കാട്ടുന്നു റോട്ടുന്നു ഒക്കെ ഇങ്ങനെ പാഞ്ഞ് ഓടി കയറി വരുന്നതാണ്. കാറ്റായതുകൊണ്ട് നമ്മൾ ആരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ഏതെങ്കിലും ദൂരത്ത് തൊടിയിലുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ പറമ്പിലൊന്ന് കിടക്കൂട്ടോ. അങ്ങനെ ആ മുറ്റം അടിക്കുന്നതിനിടയിൽ ഒരു കാർ അവിടെ നിന്ന് എടുത്ത് പോയപ്പോൾ എനിക്ക് അവിടെ അടിക്കാൻ നല്ലപോലെ ഈസി ആയിട്ടോ. കാരണം അതിൻ്റെ ഇടയിൽ കൂടിയിട്ട് തോണ്ടാൻ നിൽക്കണ്ടല്ലോ. ഇപ്പം നല്ല പൊടിയായ കാരണം സച്ചുനി ഫാദിനെ ഞാൻ മുറ്റത്ത് കളിക്കാൻ സമ്മതിക്കാറില്ല കേട്ടോ. കാരണം നല്ല പോലെ പൊടി വാറുന്നുണ്ട്. പിന്നെ നമ്മുടെ വീട് പണിയാണ് അവിടെ നടക്കുന്നത്, അതിൻ്റെ പൊടിയും അത്യാവശ്യം നമുക്ക് ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. കല്ല് മുറിക്കുമ്പോഴും പൊട്ടിക്കുമ്പോഴും അങ്ങനെ ഞാൻ അവർ ആ ഒരു റോട്ടിലോട്ട് ഇറക്കി വിടാറാണ് കേട്ടോ. വണ്ടി ഇടക്കിടക്കേ വരാറുള്ളൂ, പക്ഷെ എന്നാലും അവർക്ക് അവിടെ കളിക്കാൻ നല്ലൊരു സൗകര്യമാണ്. പക്ഷേ ആ ഒരു കാടുള്ള കാരണം നമ്മുടെ ബോളൊക്കെ എപ്പോഴും ആ കാട്ടിലോട്ട് പോകും കേട്ടോ. പിന്നെ അത് പോയി എടുക്കലാണ് എൻ്റെ അടുത്തൊരു ടാസ്ക് എന്ന് പറയുന്നത് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അവർ പറയും ഞങ്ങളെ മുറ്റത്ത് കളിക്കാൻ സമ്മതിക്കുന്നത്, അതോട്ട് പറ്റൂലല്ലോ. കോട്ടേഴ്സ് നമ്മൾ ഒറ്റക്കായിട്ട് എടുത്തല്ലോ, 4 കൂട്ടരില്ല, അവരുടെ വണ്ടിയും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ പിന്നെ മക്കളെന്നും നമുക്ക് ഫ്രീ ആയിട്ട് കളിക്കാനൊന്നും വിടാൻ പറ്റൂല. ഇന്ന് മഗ്‌രിബ് കഴിഞ്ഞിട്ടാണ് ഞാൻ നനക്കാൻ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ആ ഒരു തക്ക നോക്കി കുഞ്ഞാക്കി മക്കളും ഇതാ എന്തൊക്കെയോ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്താണെന്നുള്ളതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല, അവിടെ വന്നപ്പോഴാണ് ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ. സംഭവം മറ്റൊന്നല്ല, നമ്മുടെ ചിക്കൻ ബ്രോസ്റ്റ്, അതുപോലെ തന്നെ പെപ്സി, അങ്ങനെ 1-2 ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ കുഞ്ഞാക്കാൻ്റെ ഒരു ഹോബി എന്ന് പറയുന്നത് സൊമാറ്റോ എടുത്ത് തപ്പി നോക്കുക, അതിലെന്തെങ്കിലുമൊക്കെ ഓഫറുള്ള സംഭവങ്ങളുണ്ടോ നോക്കുക, ഓർഡർ ചെയ്യുക, കൊണ്ടിരിക്കുക. ഇതാണ് കേട്ടോ ഇപ്പോൾ സ്ഥിരം പരിപാടി. ഞാൻ അധികം ഇതുണ്ടെന്നുണ്ടെങ്കിൽ സമ്മതിക്കാറില്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ നനക്കാൻ പോയ തക്കത്തിനാണ് ഇതൊക്കെ ഓർഡർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു സംഭവം ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് കഴിക്കുന്നത്. അതായത് നമ്മൾ കഴിക്കുന്ന സംഭവം തന്നെയാണ്. ആ ഒരു സലാഡിൽ കുറച്ച് തൈരോ എന്തൊക്കെയൊക്കെയോ മയോണൈസോ എന്തൊക്കെയൊക്കെയോ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അതൊന്ന് കുഞ്ഞു കുഞ്ഞു നുറുക്കായി വെച്ചിട്ടുണ്ട്, അതാണ് സംഭവം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ബ്രോസ്റ്റ് കഴിക്കാൻ നിൽക്കുകയാണ് കേട്ടോ. നമ്മളിങ്ങനെ സൊമാറ്റോയിൽ ഓർഡർ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ കഴിക്കാനൊന്നും ഉണ്ടാവില്ല, എന്നാലും നമ്മൾ ആഗ്രഹത്തിന് കഴിക്കാം. അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.